ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് ഒരു മിനിറ്റിൽ 8 മാർക്ക് സെറ്റ് ആക്കിയാലോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് 50 ആണെന്ന് തന്നിട്ടുണ്ട്. മോഡ് എത്രയാണെന്ന് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നോർമലിൻ്റെ കേസിൽ നമുക്കറിയാം മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡാണ്. 3 ആൾക്കാർ ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മോഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, 50 തന്നെയാണ് വരുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ്, ടി ഒരു അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ ആണ് എന്ന് പറയുകയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ ആയിരിക്കണം. നെക്സ്റ്റ്, ഇൻഡെക്സ് നമ്പേഴ്സിൽ ഇതിൽ ഏതൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എക്കണോമിക് പോളിസീസ് ഫ്രെയിം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അസസിങ് ദി പർച്ചേസിങ് പവർ ഓഫ് മണി, അഡ്ജസ്റ്റിംഗ് നാഷണൽ ഇൻകം, ഇതെല്ലാം എന്താണ്, ഇൻഡെക്സ് നമ്പർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഓൾ ഓഫ് ദി അബോവ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. നെക്സ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് ഫിറ്റ്നസ് ഫോർ യൂസ്, അഥവാ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേരിയബിലിറ്റി ആണ്. സോ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഫിറ്റ്നസ് ഫോർ യൂസ് ആയിരിക്കും. സീസണൽ വേരിയേഷൻ എന്ന് പറയുന്നത് എത്ര പീരീഡിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സീസണൽ വേരിയേഷൻ എന്താണ്, ഒരു വർഷത്തിനകത്തുള്ള ഡാറ്റയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ജൂണിൽ സ്കൂൾ ബാഗ്സിൻ്റെ സെയിൽസ് കൂടുതലാണ്, അതേപോലെ സമ്മർ സീസണിൽ നമുക്ക് ഐസ്ക്രീമിൻ്റെ സെയിൽസ് കൂടുതലാണ്. ഇത്തരത്തിലൊരു വർഷത്തിൽ നടക്കുന്ന വേരിയേഷൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ്, 1 ഇയർ എന്നാണ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. അടുത്തത്, നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് ഓഫ് സൈസ് 2. അപ്പോൾ സാമ്പിൾ സൈസ് 2 ആണ്. SRSWR വിത്ത് പോപ്പുലേഷൻ 4. അപ്പോൾ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ 4 ആണ്. SRSWR ആണ്. അപ്പോൾ NCN ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്രയാണ്, 4C2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് ആയിരിക്കും നമ്മൾ SRSWR വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഇനി SRSWR ആണെങ്കിലോ, SRSWR ആണെങ്കിൽ N⁻N ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4² ദാറ്റ് ഈസ് ഈക്വൽ ടു 16 എന്നായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം. ഇനി മിനിമം വാല്യൂ ഓഫ് എ കോറിലേഷൻ കോഎഫിഷ്യൻ. നമുക്കറിയാം കോറിലേഷൻ കോഎഫിഷ്യൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -1ൻ്റെയും +1ൻ്റെയും ഇടയിലാണ്. അപ്പോൾ ഏറ്റവും മിനിമം വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, -1. മാക്സിമം വാല്യൂ വെച്ചാൽ എന്താണ്, അത് +1 ആയിരിക്കും. അടുത്തത് BYX, നമ്മുടെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ്. ഒരാൾ >1 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റേ ആൾ എന്തായിരിക്കണം, അയാൾ <1 ആയിരിക്കണം.